17-ാം തീയതി ഞാനാണെങ്കിൽ വീട്ടിലായിരുന്നു. ടി വി കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഈ തെരഞ്ഞെടുപ്പ് വാർത്ത കണ്ടുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് അത് മാറ്റിയിട്ട് മെഡിക്കൽ കോളേജിൽ തീപിടുത്തമെന്ന് എഴുതി കാണിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അത് മൾട്ടി സ്പെഷ്യാലിറ്റിയിലാണ്, സർജിക്കൽ വാർഡിലാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ ഭർത്താവിനോട് പറഞ്ഞ്, എൻ്റെ ചേച്ചിരമ്മ അവിടെയാണ് കിടക്കുന്നത്. അങ്ങനെ അവിടെ ഇരുന്നിട്ട് ഞാൻ പെട്ടെന്ന് ഓരോരുത്തരായിട്ട് വിളിച്ച്. ആ സമയത്ത് ഞാൻ ഹോസ്പിറ്റലില്ല. എൻ്റെ ചേച്ചിയുടെ മൂത്ത മകനുണ്ടായിരുന്നു. അവനെ വിളിച്ച് അപ്പോൾ അവൻ പറഞ്ഞ് ചിത്തി പിന്നെ ഓരോരുത്തരായിട്ട് അവിടെ നിന്ന് കൊണ്ടുപോണ്, പക്ഷേ സനീഷിനെ കാണാനില്ല, നമ്മളിവിടെ എല്ലാം ഓടി നടക്കണുണ്ടോ ഒന്നും കാണാനില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ്, നീ ചാനലുകാരവിടെ നിറഞ്ഞ് നിൽപ്പുണ്ടല്ലോ, അവരടുത്ത് പോയി നീ പറ അനിയനെ കാണാനില്ല, ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ കൊണ്ടുപോകുന്നല്ലോ എന്ന്. അപ്പം പറഞ്ഞ് അങ്ങോട്ട് ദർശിക്കാൻ പറ്റുന്നില്ല, നമുക്ക് എത്താൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അവൻ്റെ ഭാര്യ, ഈ മരിച്ച സനീഷിൻ്റെ ഭാര്യ ബോധം കെട്ട് വീഴുന്നു. അവളെ പെട്ടെന്ന് അവിടെ ട്രിപ്പ് കൊടുത്ത് കിടത്തി. ഇവരെല്ലാം പാഞ്ഞു ഓടുകയാണ്. അപ്പോൾ അവൻ്റെ അനിയൻ, അവൻ്റെ നേരെ ചേട്ടൻ സജീഷ് എന്ന് പറയുന്ന പയ്യൻ അന്ന് ഇത് അറിഞ്ഞും കൊണ്ട് ഈ വാർത്ത അറിഞ്ഞ് അവൻ പോവുകയാണ്. അവൻ ഓടി അവിടെ എത്തി. അപ്പോൾ അവനും എല്ലായിടവും നോക്കുകയാണ്, അവനും എൻ്റെ അവിടെ ഉള്ള ആൾക്കാരെല്ലാം കൂടെ. ഇവരെ കാണുന്നില്ല. പിന്നെ ഒരു ഉച്ചയോട് സമയത്താണ് ഇവനെ ലിഫ്റ്റിലെന്തോ കൊണ്ടുപോയി, അതുവഴി കൊണ്ടുവരാൻ പറ്റാതെ താഴെ എന്തോ കൊണ്ടുവന്ന് ഇവർ കൂടെ അവരെ കൂടെ നടന്ന് മൾട്ടി സ്പെഷ്യാലിറ്റി MICയിൽ കൊണ്ടുപോയി. MICയിൽ കൊണ്ടുപോയിട്ട് അവനെപ്പറ്റി ഒരു വിവരവും അറിയാൻ പാടില്ല. അതിൻ്റെ തലേ ദിവസം വരെ അവന് പൊടിയരി കഞ്ഞി വാങ്ങിച്ച് മിക്സിയിൽ അടിച്ച് കൊടുക്കാൻ പറഞ്ഞ് കൊടുത്ത്, വെള്ളം ഒരു കുപ്പി വെള്ളം വാങ്ങും, ഇതൊക്കെ അവന് കൊടുത്തുകൊണ്ടിരുന്നു. മരുന്ന് വാങ്ങി എഴുതി കൊടുക്കും, ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് ഒരു അനക്കവുമില്ല. അന്ന് രാത്രി അവൻ്റെ ചേട്ടനെ വിളിച്ചിട്ട്, അന്ന് രാവിലെ, പിറ്റേന്ന് രാവിലെ, അതുവരെ അവർക്കൊന്നും അറിയാൻ പാടില്ല, രാവിലെ വിളിച്ചിട്ട് പറഞ്ഞ് ആളിന് ഇത്തിരി ക്രിട്ടിക്കലാണ്, നിങ്ങൾക്ക് അറിയിക്കേണ്ടവരെയൊക്കെ അറിയിക്കാൻ പറഞ്ഞു. അപ്പോൾ അവനും ആകെ വിഷമിച്ച് അവിടെ ഇരുന്ന്. എന്നിട്ട് പറഞ്ഞ് BP ആകെ താന്ന്, പിന്നെ ബ്രീത്തിങ് ഭയങ്കര ഇതായി എന്ന് പറഞ്ഞ് BP ഒരു മരുന്നിന് എഴുതി കൊടുത്ത് അവൻ വാങ്ങിക്കൊണ്ടൊക്കെ കൊടുത്ത്. പക്ഷേ ഒന്നും അറിയാൻ പാടില്ല. അവസാനം വൈകിട്ട് രാത്രിയോടടുത്ത് അവൻ്റെ എത്തായെന്നറിയിച്ച് അങ്ങനെ നമ്മളാകെ ഇതായി. പക്ഷേ അവനിത് സംഭവിക്കേണ്ട ഒരു കാരണവും അപ്പോഴില്ല. പക്ഷേ ഈ തീപിടുത്തം മൂലമാണ് അവനിത് സംഭവിച്ചത്. അല്ലെങ്കിൽ അവ റിക്കവറി ആയി വന്നുകൊണ്ടിരുന്നെന്നാണ് നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരുന്നത്. ഇതിൻ്റെ ഇടയിലാണ് ഈ മരണം നമ്മൾ അറിഞ്ഞത്. ഇതിൻ്റെ ഒരു ഗ്യാപ്പിൽ ലൈഫ് സപ്പോർട്ടിങ് മെറ്റീരിയൽ അല്ലെങ്കിൽ ലൈഫ് സപ്പോർട്ടിങ് മെഷീൻസ് ഒന്നും ഇല്ലായിരുന്നുള്ളൊരു പരാതി. അതെ, അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഒരു വെന്റിലേറ്റർ എന്നല്ലേ, എന്തായാലും ഈ സപ്പോർട്ടെല്ലാം മാറ്റിയല്ലേ ഒരു എടുത്ത് കൊണ്ട് ഇത്രയും ദൂരം പോകണ്ടേ. അതിൻ്റെ ഇടയിൽ ഇതെന്ത് സംഭവിച്ചു എന്നുള്ളത് ഇവരും പറയുന്നില്ല, നമുക്കറിയാനും പാടില്ല. അങ്ങനെ പരാതി എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? പരാതിയായിട്ട് മുമ്പോട്ട് പോകണമെന്നാണ് നമ്മൾ ആഗ്രഹം. പക്ഷേ ഇത് ഇങ്ങനെ സംഭവിച്ചു. ഇപ്പോഴും തന്നെ 4-5 പേര് മരിച്ചെന്ന് അവിടെ നിന്ന് മാറ്റിയ 4-5 പേര് ഇതുവരെ ഡെത്തായിട്ടുണ്ട്. അപ്പം ഇത് മൂലം ആണ് ഈ ഡെത്ത് സംഭവിച്ചെന്നാണ് നമ്മളെ പൂർണ്ണമായ വിശ്വാസം.